ഏത് മത്സ്യത്തെ വളർത്തിയാലാണ് കർഷകന് ലാഭം കിട്ടുക? മത്സ്യകൃഷി ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും സ്വാഭാവികമായി ഉണ്ടാവുന്ന ചോദ്യമാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷങ്ങളിൽ മത്സ്യകൃഷിയിലെ താരമായിരുന്ന തിലാപ്പിയ മാർക്കറ്റിൽ നിന്ന് പ്രതീക്ഷിച്ച വില ലഭിക്കാതെ നഷ്ടത്തിലാണ് എന്ന് കർഷകർ പരാതിപ്പെടാൻ തുടങ്ങിയിട്ട് 1-2 വർഷങ്ങളാകുന്നു. 2023 വർഷത്തിൽ ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ മത്സ്യകൃഷി മേഖലകളിൽ നിന്നും പൂമീൻ വളർത്തിയ കർഷകർക്ക് തരക്കേടില്ലാത്ത വില ലഭിച്ചിരുന്നു എന്ന് കേട്ടതോടെ ധാരാളം കർഷകർ പൂമീൻ കുഞ്ഞുങ്ങളെ അന്വേഷിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ പൂമീൻ എന്ന മത്സ്യം രുചികരമാണ് എങ്കിലും മാംസത്തിൽ അധികമായുള്ള നീക്കം ചെയ്യാൻ പ്രയാസമുള്ള മുള്ളുകളുടെ ആധിക്യം മൂലം കുട്ടികൾക്ക് കൊടുക്കുവാൻ സാധിക്കില്ല. പൂമീൻ മുള്ളു തുണ്ടയിൽ കുടുങ്ങി പ്രയാസങ്ങൾ ഉണ്ടാവുന്നത് വളരെ സാധാരണമാണ്. അതുകൂടാതെ വലിയ അളവിൽ മത്സ്യം വാങ്ങുന്ന ഹോട്ടലുകളിൽ പൂമീൻ സാധാരണയായി വാങ്ങില്ല. അതിനാൽ തന്നെ കുറച്ചു പേർക്ക് ലാഭം കിട്ടി എന്ന പേരിൽ കൂടുതൽ കർഷകർ പൂമീൻ കൃഷി ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിന്റെ വില 100 രൂപയിൽ താഴെ പോകാനാണ് സാധ്യത. 500 ഗ്രാമിന് മുകളിലേക്കുള്ള പൂമീനു മാത്രമാണ് മാർക്കറ്റിൽ ആവശ്യക്കാർ കൂടുതലായി ഉള്ളത്. കേരളത്തിലെ മത്സ്യകൃഷിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെയും അവസ്ഥകളെയും കുറിച്ച് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിരന്തരം വിവരങ്ങൾ ശേഖരിച്ചത് വഴി ഞങ്ങൾക്ക് മനസ്സിലായ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇനിയുള്ള എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായി ഞങ്ങൾക്ക് മനസ്സിലായത്, ഒരിനം മത്സ്യത്തിലേക്ക് എല്ലാ കർഷകരും ഒരുമിച്ച് ചുവടുമാറുന്ന രീതി ഒറ്റയടിക്ക് എല്ലാവരുടെയും നാശത്തിന് കാരണമാവുന്നുണ്ട് എന്നതാണ്. ട്രെൻഡ് എന്ന ഒരു സംഗതി ഈ മേഖലയിൽ വളരെ പ്രകടമായി കാണപ്പെടുന്നു. തിലാപ്പിയ മത്സ്യത്തെക്കുറിച്ചുള്ള കുറെ വാർത്തകൾ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകളും വീഡിയോകളും കാണുമ്പോൾ എല്ലാ കർഷകരും കൂട്ടമായി തിലാപ്പിയ കൃഷിയിലേക്ക് മാറുന്നു. മേഖലയിലേക്ക് പുതുതായി വന്നിട്ടുള്ള കർഷകർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് വേണ്ടത്ര അറിവും പഠനവും ഇല്ലാതിരുന്നത് മൂലം വിൽപ്പന അവർക്ക് മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയായി മാറി. വിൽക്കുവാൻ സാധിക്കില്ല എന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് ഇത്തരം കർഷകർ എത്തിച്ചേരുമ്പോൾ ലാഭക്കുതിയന്മാരായ ഇടനിലക്കാർക്ക് തുച്ഛമായ വിലയ്ക്ക് നഷ്ടം സഹിച്ച് തങ്ങൾ ഉൽപ്പാദിപ്പിച്ച മത്സ്യത്തെ വിറ്റ് ഒഴിവാക്കി കളം വിടുക എന്ന രീതി പിന്തുടർന്നത് ആയിരക്കണക്കിന് മത്സ്യ കർഷകരാണ്. ഭൂരിഭാഗം ബയോഫ്ലോക്ക് യൂണിറ്റുകളുടെയും ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം വേണ്ടത്ര പഠനം മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട ഭൂരിഭാഗം മേഖലകളിലും ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്നതിനാലായിരുന്നു. മത്സ്യകൃഷി എന്നത് ഒരു ഹോബി അല്ലെങ്കിൽ പാഷൻ എന്നതിലുപരിയായി ഒരു ഉപജീവന മാർഗം അല്ലെങ്കിൽ വ്യവസായം എന്ന നിലയിലേക്ക് മാറുമ്പോൾ കൃഷി ആരംഭിക്കുന്നതിനു മുന്നോടിയായി കുറച്ച് വിവരശേഖരണം അഥവാ ഡേറ്റ കളക്ഷൻ അത്യാവശ്യമാണ്. ഇത്തരത്തിൽ സ്വന്തം ജലകൃഷിയിടത്തെക്കുറിച്ച് ഒരു പഠനം നടത്തുന്നതിന് ഫിഷറീസ് ബിരുദമോ വലിയ ശാസ്ത്ര അറിവുകളോ ഒന്നും ആവശ്യമില്ല. കൃഷിക്കായി ഒരു മത്സ്യയിനം തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് കണക്കിലെടുക്കേണ്ടതെന്ന് ഓരോ കർഷകനും കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഇത്തരത്തിലുള്ള ഒരു വിവരശേഖരണം സാധ്യമാവുന്നതിനായി ഓരോ ഫാമുകളെയും വിവിധ വിഭാഗങ്ങളായി തരംതിരിക്കേണ്ടതുണ്ട്. ഓരോ തരത്തിലുള്ള ജലകൃഷി സ്ഥലങ്ങളിലും ഓരോ രീതിയിലുള്ള കൃഷി രീതികളും പരിഗണനയും അനുബന്ധ ചിലവുകളുമായിരിക്കും. ഒരു മത്സ്യക്കുളത്തിൽ വിജയിച്ച രീതി അതേപടി പകർത്തി മറ്റൊരു മത്സ്യകൃഷിയിടത്തിൽ പ്രയോഗിക്കുമ്പോൾ ചിലപ്പോൾ അത് തീരെ വിജയിക്കണമെന്നില്ല. ജലത്തിന്റെ സ്വഭാവത്തിലും മണ്ണിന്റെ സ്വഭാവത്തിലും മറ്റ് പ്രകൃതിയിലുള്ള അവസ്ഥകളിലുമുള്ള വ്യത്യാസം മനസ്സിലാക്കി വേണം ഒരു കൃഷി രീതി തയ്യാറാക്കാൻ. കേരളത്തിലെ മത്സ്യ കർഷകരെ പല വിഭാഗങ്ങളായി അടയാളപ്പെടുത്തുവാൻ സാധിക്കും. 1000 ലിറ്റർ മുതൽ 1-2 ലക്ഷം ലിറ്റർ വരെ ജലം ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന വിവിധ തരത്തിലും ആകൃതിയിലും നിർമ്മിച്ച ടാങ്കുകളിലും പടുതാക്കുളങ്ങളിലും മത്സ്യകൃഷി ചെയ്യുന്നവരെയാണ് കർഷകരിലെ ആദ്യ വിഭാഗത്തിൽ പെടുത്താവുന്നത്. സൂപ്പർ ഇൻറ്റൻസീവ് അഥവാ ഹൈടെക് രീതിയിൽ ചെയ്യുന്ന കർഷകരെ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ അമച്വർ കർഷകരുമായി കൂട്ടിക്കെട്ടാൻ പാടുള്ളതല്ല. എങ്കിലും തൽക്കാലം ഒരേ ഗണത്തിൽ ഇവരെ കണക്കാക്കാം. വിശദമായ ചർച്ചകൾ നടത്തുന്ന സമയത്ത് നമുക്ക് ഈ വിഭാഗങ്ങളെ പ്രത്യേകം പരിഗണിക്കാം. 1/2 സെന്റ് മുതൽ 5 സെന്റ് വരെയുള്ള വീടിനോട് ചേർന്നുള്ള കുളങ്ങളിൽ അല്ലെങ്കിൽ ജലസേചനത്തിനായി നിർമ്മിച്ച ചെറു തടാകങ്ങളിൽ മത്സ്യകൃഷി ചെയ്യുന്ന കർഷകർ രണ്ടാമത്തെ വിഭാഗത്തിൽ. മൂന്നാമത്തെ വിഭാഗത്തിൽ പെടുന്നത് 25 സെന്റ് മുതൽ
10 ഏക്കർ വരെയുള്ള സ്വന്തം ഭൂമിയിൽ മത്സ്യകൃഷി ചെയ്യുന്നവർ. 6 മാസം മുതൽ 2-3 വർഷത്തേക്ക് മറ്റുള്ളവരുടെ ജലാശയങ്ങൾ വാടക നൽകി അവിടെ മത്സ്യകൃഷിയിൽ ഏർപ്പെടുന്ന കർഷകരാണ് 4ാമത്തെ വിഭാഗത്തിൽ പെടുന്നത്. 25 ഏക്കർ മുതൽ 1000 ഏക്കർ വരെയുള്ള വിശാലമായ തരിശു നിലങ്ങളോ പാടങ്ങളോ ചിറകളോ 3 മാസം മുതൽ 11 മാസം വരെയുള്ള കാലയളവിലേക്ക് ഉടമസ്ഥരായ വ്യക്തികൾക്ക് പാട്ടം നൽകി മത്സ്യകൃഷി ചെയ്യുന്ന വ്യക്തികളും സ്ഥാപനങ്ങളുമാണ് 5ാമത്തെ വിഭാഗത്തിൽ വരുന്നത്. മത്സ്യകൃഷിക്കും ചെമ്മീൻ കൃഷിക്കും ഏറ്റവും അനുയോജ്യമായ രീതിയിൽ 25 ഏക്കർ മുതൽ 100 ഏക്കർ വരെയുള്ള ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത വ്യവസായം എന്ന നിലയിലുള്ള ഫാമുകൾ 6ാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഇത്തരത്തിലുള്ള ഫാമുകൾ കേരളത്തിൽ വളരെ കുറച്ച് എണ്ണം മാത്രമാണ് നിലവിലുള്ളത്. നദികളിലും കായലുകളിലും കടലിലും കൂടുകളിൽ മത്സ്യകൃഷി ചെയ്യുന്ന കർഷകർ അടുത്ത വിഭാഗമാകുന്നു. മുകളിൽ പറഞ്ഞ എല്ലാ വിഭാഗങ്ങളിലും ജലത്തിലെ ഓക്സിജന്റെ അളവിനെ ഉയർത്തി നിർത്തുവാൻ എയറേറ്ററുകൾ, വൈദ്യുതി ജനറേറ്ററുകൾ, ജലത്തിന്റെ ആഴം നിയന്ത്രിച്ചു നിർത്തുവാനുള്ള പമ്പിംഗ് സൗകര്യങ്ങളും ജലസ്രോതസ്സുകൾ തുടങ്ങിയവ ഉള്ളതും ഇല്ലാത്തതുമായ കർഷകരുമുണ്ട്. ഇനി നമുക്ക് ഓരോ പ്രദേശങ്ങളുടെയും പ്രത്യേകതകൾ അനുസരിച്ച് ജലകൃഷിയിടങ്ങൾ അഥവാ ഫാമുകളെ വീണ്ടും തരംതിരിക്കേണ്ടതുണ്ട്. വർഷം മുഴുവൻ ഉപ്പുവെള്ളം കെട്ടിനിൽക്കുന്ന പ്രദേശങ്ങൾ, ഒരു വർഷത്തിൽ കുറച്ചു മാസങ്ങൾ ഉപ്പുവെള്ളവും കുറച്ചു മാസങ്ങൾ ശുദ്ധജലവുമുള്ള ജലാശയങ്ങൾ, 12 മാസവും ശുദ്ധജലം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ജലാശയങ്ങൾ, ഒരു വർഷത്തെ 12 മാസ കാലയളവിൽ കുറച്ചു മാസങ്ങൾ മാത്രം വെള്ളം കെട്ടിനിൽക്കുകയും വേനൽക്കാലത്ത് പൂർണ്ണമായും ഉണങ്ങിക്കിടക്കുകയും ചെയ്യുന്ന ജലാശയങ്ങൾ, മൺസൂൺ തീവ്ര മാസങ്ങളായ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയും മഴ ഒഴിഞ്ഞു നിൽക്കുന്ന മാസങ്ങളിൽ മാത്രം മത്സ്യകൃഷിക്ക് അനുയോജ്യവുമായ ജലാശയങ്ങൾ, നെൽകൃഷിക്ക് ശേഷം ലഭിക്കുന്ന 6 മാസത്തിൽ താഴെ കാലയളവിൽ മാത്രം മത്സ്യകൃഷി സാധ്യമായ വയലുകൾ, ഒരു നെല്ലും ഒരു മീനും പദ്ധതി ഇത്തരം കൃഷിയിടങ്ങളിലാണ് നടപ്പിലാക്കുന്നത്. ഖനനം കഴിഞ്ഞ ക്വാറികൾ പോലെ വളരെയധികം ആഴം കൂടിയതും വെള്ളം വറ്റിച്ച് മത്സ്യത്തെ പിടിക്കുവാൻ സാധിക്കുകയും ചെയ്യാത്ത തരത്തിലുള്ള ജലാശയങ്ങൾ. ഇതിനെല്ലാം ഉപരിയായി ഓരോ പ്രദേശത്തെയും ജലത്തിന്റെ സ്വഭാവം, മണ്ണിന്റെ ഘടന, കാലാവസ്ഥയുടെ പ്രത്യേകതകൾ തുടങ്ങിയ ഘടകങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. മുകളിൽ പറഞ്ഞിട്ടുള്ള ഓരോ വിഭാഗത്തിനും ഓരോ രീതിയിലുള്ള മത്സ്യകൃഷി രീതികളാണ് അവലംബിക്കേണ്ടത്. ഒരു വിഭാഗത്തിൽ വിജയിച്ച ഒരു മത്സ്യവും അതിൻ്റെ കൃഷി രീതികളും മറ്റൊരു വിഭാഗത്തിൽ പരീക്ഷിച്ചാൽ ചിലപ്പോൾ വലിയ പരാജയമായി മാറാം. അടുത്തതായി പരിഗണിക്കേണ്ടത് ഏതിനം മത്സ്യം അല്ലെങ്കിൽ ചെമ്മീനാണ് കൃഷി ചെയ്യേണ്ടത് എന്നതാണ്. ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ മത്സ്യകൃഷി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഏതൊക്കെ ഇനം മത്സ്യങ്ങൾക്കാണ് ഫാം സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ ആവശ്യക്കാർ ഉള്ളതെന്നും ഉൽപ്പന്നം എവിടെ വിൽക്കും, എന്ത് വില ലഭിക്കും, ഏതൊക്കെ സമയത്ത് മത്സ്യത്തിന് ആവശ്യക്കാർ കൂടുതലുണ്ട്, വളർത്തിയ മത്സ്യം ഏതൊക്കെ സമയത്ത് വിൽക്കാൻ പാടില്ല, ഒരേ ഇനം മത്സ്യത്തിനും ലഭ്യമായിട്ടുള്ള ഏറ്റവും കൂടിയ വിലയും ഏറ്റവും കുറഞ്ഞ വിലയും എന്തായിരുന്നു, എപ്പോഴായിരുന്നു, എവിടെയായിരുന്നു, ഏത് വലിപ്പത്തിലുള്ള മത്സ്യങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതലുള്ളത് എന്നും ഫാമിൽ നിന്ന് ഉപഭോക്താവിലേക്ക് നേരിട്ട് മത്സ്യം എത്തിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് തയ്യാറാക്കി വെക്കേണ്ടത്, ഉപഭോക്താവ് ഫാമിലേക്ക് നേരിട്ടെത്തിയാൽ ഏത് സമയത്തും അവർക്ക് മത്സ്യം നൽകാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഉപഭോക്താവിൽ നിന്നും മുൻകൂറായി ഓർഡറുകൾ സ്വീകരിക്കുകയും കൃത്യമായി അത് ഹോം ഡെലിവറി ചെയ്യുവാൻ സാധിക്കുമോ, മത്സ്യം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നൽകുന്നതിനുള്ള സൗകര്യം ഫാമിൽ ഏർപ്പെടുത്തുവാൻ സാധിക്കുമോ, ഫാമിൽ നിന്ന് മത്സ്യത്തെ എങ്ങനെയാണ് പിടിക്കേണ്ടത്, അതിന് എന്ത് ചിലവ് വരും, പിടിച്ച മത്സ്യത്തെ ജീവനോടെ അല്ലെങ്കിൽ കേടുവരാതെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഉപഭോക്താവിൽ എങ്ങനെ എത്തിക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണ കർഷകനുണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള ഏകദേശം 30ഓളം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാണ് മത്സ്യകൃഷിയുമായി കർഷകൻ മുന്നോട്ടു പോകുന്നതെങ്കിൽ ലാഘവബുദ്ധിയോടുകൂടി എക്സ്റ്റൻസീവ് രീതിയിൽ ചെയ്യുന്ന രീതിയിൽ നിന്നും മാറി കൃത്യമായ ഒരു പ്രോജക്റ്റായി ആ കൃഷി മാറും. പരാജയപ്പെടുവാനുള്ള സാധ്യത ഇത്തരത്തിൽ കൃത്യമായ പ്ലാനിംഗ് നടത്തി മുന്നോട്ടു പോകുന്ന ഒരാൾക്കും ഉണ്ടാകില്ല. ഫിഷ് ആൻഡ് ഫിഷറീസ് അടുത്ത എപ്പിസോഡുകളിൽ
മത്സ്യകൃഷിക്ക് മത്സ്യ ഇനങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതികളെക്കുറിച്ചും ഓരോ മത്സ്യ ഇനങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചും വളർത്തുന്ന പ്രായോഗിക രീതികളെക്കുറിച്ചും ചർച്ച ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെയും മെയിലിലൂടെയും ഞങ്ങളെ അറിയിക്കുക.